അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം, അവന്റെ റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം വളരെ ആവശ്യമായ സമയത്താണ് നാം ഒക്കെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കുടുംബത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ, എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഇടങ്ങളിലും വളരെ അനിവാര്യമായി അല്ലാഹുവിന്റെ റഹ്മത്ത് ആവശ്യമായ സമയം. ഈ അടുത്ത കാലങ്ങളിലായി വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സുകളെ ബേജാറാക്കിയ, ഞെട്ടിവിറപ്പിച്ച വാർത്തകൾ ദൈനംദിനം വന്നുകൊണ്ടിരുന്നു. വാർത്താ മാധ്യമങ്ങളിലൂടെ വിശ്വാസികളുടെയും അല്ലാത്തവരുടെയും മനസ്സ് പൊട്ടിപ്പോയി, കണ്ണു നിറഞ്ഞുപോയി. ആ നിലക്കുള്ള വാർത്തകൾ ഈ അടുത്ത കാലങ്ങളിലായി നമുക്ക് വായിക്കാനും അറിയാനും സാധിച്ചു. പെറ്റുമ്മാനെ കൊല്ലാൻ വഴിയില്ലാത്ത മക്കളുള്ള കാലം, 5-6 ആളുകൾ ഒറ്റയടിക്ക് കൊന്നുകളയാൻ ഒരു പ്രയാസവുമില്ലാത്ത കാലം, ആരെയും കൊന്നുകളയാൻ മടിയില്ലാത്ത കാലം, തന്റെ സഹപാഠിയായ വിദ്യാർത്ഥിയെ അടിച്ചു കൊന്ന കേരളം, ആ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നാട്, എന്തെന്നില്ലാത്ത, ഇതുവരെ കേട്ടുകളില്ലാത്ത പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയേറുകയാണ്. എന്താ കാരണം? മക്കളുടെ മനസ്സിൽ ഉമ്മയോട് ബാപ്പയോട് കരുണയില്ല, മക്കളുടെ മനസ്സിൽ മക്കളോട് കരുണയില്ല, ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയോട്, ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിനോട് കാരുണ്യമില്ല. വളരെ കരുണയില്ലാത്തൊരു കാലം ഉണ്ടായതുകൊണ്ടാണ്. കരുണയുള്ള സ്നേഹമുള്ള ഒരു മകന് ഉമ്മാനെ കൊല്ലാൻ കഴിയോ? കരുണയുള്ള ഒരു മകന് കുടുംബക്കാരെ കൊല്ലാൻ കഴിയോ? മനസ്സിന്റെ അകത്ത് റഹ്മത്ത്, കാരുണ്യം എന്നത് തീരെ ഇല്ലാതെയായി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കൊലവിളികളും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും വർദ്ധിക്കുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് 23 വർഷക്കാലയളവിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് തവണ വന്നുപോയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിലേക്ക് അടുത്തപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലക്ഷക്കണക്കായ അമ്പിയാക്കൾക്ക് അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന താങ്കൾ പ്രവാചക പരമ്പരക്ക് സമാപ്തി കുറിച്ചു കൊണ്ടുവന്ന എന്നിൽ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് എന്റെ വിയോഗത്തോടുകൂടെ അവസാനിക്കും. പിന്നെ പ്രവാചകന്മാരിലേക്ക് സന്ദേശം എത്തിക്കാൻ വേണ്ടി ഭൂമി ലോകത്തേക്ക് താങ്കൾക്ക് ഇറങ്ങി വരേണ്ടി വരില്ല. താങ്കൾ ഈ പ്രവർത്തനം വർഷങ്ങളായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ഡ്യൂട്ടി എന്റെ വിയോഗത്തോടുകൂടെ സമാപിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഓ ജിബ്രീലേ, താങ്കൾ പിന്നെ ഈ ഭൂമിയിൽ ഇറങ്ങി വരുമോ? താങ്കൾ പിന്നെ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരേണ്ടെന്ന് ആവശ്യമുണ്ടോ? അങ്ങനെ ഇറങ്ങി വരുന്ന സന്ദർഭം ഉണ്ടാകുമോ എന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മറുപടി, നബിയേ, അങ്ങയുടെ വിയോഗത്തിന്റെ ശേഷം കുറെ കാലത്തേക്കൊന്നും എനിക്ക് ഇറങ്ങി വരേണ്ടി വരില്ല. ഖിയാമത്ത് നാൾ സമാഗതമാകുമ്പോൾ എനിക്ക്
ലോകത്തേക്ക് ഇറങ്ങി വരേണ്ടി വരും. ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളയുക, കാരുണ്യം എടുത്ത് നീക്കിക്കളയുക എന്നുള്ള ഡ്യൂട്ടി അല്ലാഹു എന്നെ ഏൽപ്പിക്കും. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ ഭൂമി ലോകത്തേക്ക് അടിക്കടി എനിക്ക് ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഇറങ്ങി വരേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. എങ്കിൽ വിശ്വാസികൾ മനസ്സിലാക്കണം, ആ കാരുണ്യം, ആ റഹ്മത്ത് ഇന്നത്തെ യുവതലമുറയുടെ മനസ്സിൽ നിന്ന് തീരെ ഇല്ലാതെയാവുകയും വീട്ടിന്റെ അകത്ത് കഴിയുന്ന നമ്മുടെ മക്കൾ പലരും മനുഷ്യ മക്കളല്ല എന്നുകൂടെ മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അകത്ത് കഴിയുന്ന നമ്മുടെ മക്കള് അവര് മൃഗതുല്യരായ മക്കളാണെന്ന് തിരിച്ചറിയാൻ പലതും സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആ മക്കളെ മനസ്സിൽ ഉമ്മാനോട് കരുണയില്ല, ആ മക്കളെ മനസ്സിൽ ബാപ്പയോട് കരുണയില്ല, ആ മക്കളെ മനസ്സിൽ ജ്യേഷ്ഠനോട് കരുണയില്ല, ആ മക്കളെ മനസ്സിൽ അനിയനോട് കരുണയില്ല. വളരെ കാരുണ്യത്തോടുകൂടെ ജീവിക്കേണ്ടുന്ന ഒരു കുടുംബത്തിന്റെ അകത്ത് റഹ്മത്ത്, കാരുണ്യം എന്നത് ഇല്ലാതെയായ ഒരു വിഭാഗം മക്കൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടുകളിൽ വളർന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടു പോയ റഹ്മത്ത് ചോദിച്ചു വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കാൻ അല്ലാഹു തആല കാത്തിരിക്കുന്ന വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഇതാ കഴിഞ്ഞു കിടക്കാൻ പോകുമ്പോൾ ഉത്തരവാദിത്വമുള്ള ബാപ്പമാരോട്, ജ്യേഷ്ഠന്മാരോട്, അനിയന്മാരോട്, ശബ്ദം കേൾക്കുന്ന സ്നേഹജനങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാർത്ഥമായി ദുആ ചെയ്തോ, اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. അല്ലാഹുവേ എന്റെ മക്കൾക്ക് എന്നോട് നീ കരുണ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ ജ്യേഷ്ഠന്, എന്റെ അനിയന്, എന്റെ പെൺകുട്ടികൾക്ക്, എന്റെ ആൺകുട്ടികൾക്ക് നീ അവരുടെ മനസ്സിലൊക്കെയും കാരുണ്യം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം നീ വാരിക്കോരി കൊടുക്കുമ്പോൾ ആ റഹ്മത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി നിർത്തല്ലേ റബ്ബേ എന്നുള്ള ദുആ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടുന്ന സമയമാണ്. അതിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളാണ് ഈ നടന്നു പോകുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? എന്താണ് ഈ നാടിന്റെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഭീകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാലടി മുതൽ തലമുടി വരെ കോമ്പോസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കാൻ മടിയില്ലാത്ത യുവതയെ പറ്റി നമ്മൾ അറിഞ്ഞു. സഹപാഠിയെ തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത സഹപാഠികളെ പറ്റി നമ്മൾ വായിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അറിയുമോ നിങ്ങൾക്ക്, സ്കൂൾ എന്ന് പറയുന്ന സുന്ദരമായ കലാലയം, ആ കലാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്ന ഏതൊരു രക്ഷിതാവിനും ഏകദേശം 10ാം ക്ലാസ് കഴിയുമ്പോൾ, +1, +2, ഡിഗ്രി എല്ലാം കഴിയുമ്പോൾ ഒരു സുന്ദരനായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മനുഷ്യനാക്കി ആ കലാലയം നമ്മുടെ മക്കളെ പുറത്തുവിടുമെന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന രക്ഷിതാക്കളെ മുന്നിലേക്ക് ദുരന്തത്തിന്റെ, അപകടത്തിന്റെ വാർത്തയല്ലയോ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്റെ സദസ്സിൽ ഏറെക്കുറെ യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണ്, കോളേജുകളിൽ പഠിച്ചവരാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലങ്ങളിലും സ്കൂളുകളിൽ ബഹളമയം ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സഹപാഠികളോട് നമ്മൾ വല്ലാതെ ബഹളം വെച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇരിക്കുന്ന യുവാക്കളെ കൂട്ടത്തിൽ പലർക്കും പറയാനുണ്ടാകും, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലങ്ങളിൽ +1 കാലത്ത്, +2 കാലത്ത്, ഡിഗ്രി കാലയളവില് ഞങ്ങളും പഠിക്കുമ്പോൾ ക്ലാസ്സുകാരോട്, സഹപാഠികളോടൊക്കെയും പലപ്പോഴും സംസാരങ്ങളും ബഹളങ്ങളും ഉണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ സംസാരത്തിൽ ഒതുങ്ങുക എന്നല്ലാതെ
കൈ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം പോലും ഞങ്ങളുടെ അളവിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലയോ? നിങ്ങൾക്കൊക്കെ കഴിയില്ലയോ? എത്ര ആൾക്കൂട്ടങ്ങളെ മുന്നിലും നിങ്ങൾ മണിക്കൂറുകളോളം ഒരേ നിൽപ്പ് നിന്നുകൊണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടില്ലയോ? നിങ്ങൾ മുഖം ചുവപ്പിച്ച് സംസാരിച്ചിട്ടില്ലയോ? പക്ഷേ അങ്ങനെ സംസാരിക്കേണ്ടി വന്നാലും ഒരിക്കൽ പോലും നിങ്ങളെ കൈ പൊങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് പറയാനുണ്ട് എങ്കിൽ 2000-ന് ശേഷം പിറന്ന കുട്ടികളുടെ മാനസികാവസ്ഥക്ക് മാറ്റമുണ്ട്. സംസാരം കുറവാണ്. 2000-ന് ശേഷം പിറന്ന കുട്ടികളിൽ അക്രമവാസന വർദ്ധിച്ചിരിക്കുകയാണ്. അവർ കൂടുതൽ സംസാരിക്കുകയില്ല. അവർക്ക് കുടുംബത്തോട് ബന്ധമില്ല. അവർക്ക് ബാപ്പയോട് സ്നേഹമില്ല. അവർക്ക് ഉമ്മയോട് സ്നേഹമില്ല. അവർക്ക് നാട്ടുകാരോട് ബന്ധമില്ല. അവർക്ക് ഉമ്മാന്റെ സഹോദരൻ കാക്കയോട് ബഹുമാനമില്ല. ആദരിക്കപ്പെടേണ്ട ഒരാളോടും അവർക്ക് ആദരവില്ല. അവർക്ക് ഏതാനും ചില ചങ്കുകൾ എന്നതിനപ്പുറം ഈ ഭൂമി ലോകത്ത് അവർക്ക് മറ്റൊന്നുമില്ല. സംസാരം കുറവാണ്. ഒന്ന് കഴിഞ്ഞാൽ രണ്ടിന് കൈ ഓങ്ങുകയും അതിനപ്പുറത്തേക്ക് തല്ലിക്കൊല്ലാൻ വരെ മടി കാണിക്കാത്ത സാഹചര്യം ഇപ്പോഴുള്ള മക്കളിൽ വർദ്ധിച്ചു വരുന്നു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്, നമ്മെ ആശ്ചര്യപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് കാരണം? എന്റെ മുമ്പിൽ നിൽക്കുന്ന യുവാക്കൾക്ക് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ കോളേജുകളിൽ ബഹളമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തച്ചിട്ടില്ല, കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അടിച്ചാൽ തന്നെ ഒരു കൊലപാതകം ഞങ്ങളൊന്നും കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാനുണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കാനും എന്തുകൊണ്ടാണ് സഹപാഠിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താനും മടിയില്ലാത്ത മക്കൾ വർദ്ധിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പുറത്ത് വിലസുകയാണ്. നമ്മുടെ മക്കൾ അകത്തില്ല. 2 മണി 3 മണിക്ക് ശേഷമാണ് പലരുടെയും ആൺകുട്ടികൾ വീട്ടിന്റെ അകത്ത് കയറി വരുന്നത് എന്ന യാഥാർത്ഥ്യം ഉത്തരവാദിത്തമുള്ള ബാപ്പമാരെ നമ്മൾ മനസ്സിലാക്കണം. അത് ചോദ്യം ചെയ്യാൻ പറ്റുമോ? 2 മണിക്കും 3 മണിക്കും വീട്ടിന്റെ അകത്തേക്ക് കയറി വരുന്ന മകനോട് നാളെ മുതൽ ഇങ്ങനെ കയറി വരാൻ പാടില്ലെന്ന് പറയാൻ ഒരു ബാപ്പാക്ക് സാധിക്കാത്തൊരു കാലമാണ് രക്ഷിതാക്കളെ. അങ്ങനെ പറയാൻ സാധിക്കൂല. അങ്ങനെ പറയേണ്ടി വന്നാൽ ആ ബാപ്പാന്റെ ജീവൻ അപകടപ്പെട്ടു പോകുമെന്ന് ബാപ്പ പോലും ഭയപ്പെടുന്ന കാലമാണ്. ഞാൻ പറയട്ടെ, രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ അവർ കൂട്ടുകൂടുകയാണ്. ഇരുട്ടിന്റെ മറവിൽ അവർ വട്ടമിട്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് ചെന്നാൽ പോലും അവർക്ക് പിന്നെ ഉറക്കമില്ല. അവര് മണിക്കൂറുകളോളം അവരെ മൊബൈൽ ഫോണിലൂടെ അവര് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറിയോ, വിശുദ്ധമായ ഖുർആൻ നമ്മളെപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഈ സൂറത്ത് അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ആ സൂറത്തിൽ എല്ലാവരെയും വളരെയധികം ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമല്ലയോ മുഅ്മിനീങ്ങളെ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. എന്താണ് ആയത്തിന്റെ അർത്ഥമെന്ന് പഠിക്കണം. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ഇരുട്ടിന്റെ മറവിലൂടെ കടന്നു വരുന്ന സർവ്വ തിന്മകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് ഓതാൻ പഠിപ്പിച്ചില്ലയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇരുട്ടിന്റെ മറവിലൂടെ കടന്നു വരുന്ന സർവ്വ തിന്മകളെ തൊട്ടും മുസ്ലിമീങ്ങളോട് കാവൽ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു സൂറത്ത് അല്ലാഹു തആല ഇറക്കിയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, പകൽ വെളിച്ചത്തിലൂടെ കടന്നു വരുന്ന ശർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ 6666 ആയത്തുകളിൽ നിന്ന് ഒരായത്തിന്റെ തുണ്ടത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. പകൽ വെളിച്ചത്തിലൂടെ കടന്നു വരുന്ന ശർറുകളിൽ നിന്ന് കാവൽ ചോദിക്കാൻ 6666 ആയത്തുകളിൽ നിന്ന് ഒരായത്തിൽ പോലും സൂചന പോലും ഇല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിലൂടെ
കടന്നു വരുന്ന തിന്മകൾ, ശർറുകൾ, അത് അപകടമാണ്. അത് കൈവിട്ട കേസാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത കേസാണ്. അതുകൊണ്ടാണ് ഇരുട്ടിന്റെ മറവിലൂടെ കടന്നു വരുന്ന ശർറുകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഒരു അധ്യായത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ മക്കൾ ഗെയിമിന്റെ അടിമകളായി മാറുകയാണ്. അവര് രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് അവരൊക്കെയും ഗെയിംസിന്റെയും മറ്റും ആളുകളായി മാറുകയാണ്. എന്താണ് ഈ ഗെയിമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അവരുടെ മുന്നിലുള്ളവരെ അവർ ഷൂട്ടിലൂടെ കൊലപ്പെടുത്തുകയാണ്, ഷൂട്ട് ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തുകയാണ്. അതെങ്ങനെ കൊലപ്പെടുത്തി 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 കൊലപാതകം എന്നത്, രക്തം എന്നത്, പിടഞ്ഞു മരിക്കുക എന്നത് അവന്റെ മനസ്സിൽ അതിനോടുള്ള അറുപ്പ്, അതിനോടുള്ള വെറുപ്പ്, അതിനോടുള്ള ബേജാറ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ നാട് അതിനൊക്കെയും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളെ കൊണ്ട് മാത്രം കാര്യമില്ല. ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ നാം ശബ്ദിക്കണം, അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ഈ ഗെയിമുകളെ നിരോധിക്കാത്ത കാലത്തോളം ഇതിനൊന്നും വലിയ മാറ്റം വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്താണ്? കുഞ്ഞുങ്ങളെ കയ്യിൽ വലിയ വലിയ മൊബൈലാണ്. ആ കുഞ്ഞുങ്ങളെ കയ്യിലുള്ള മൊബൈലിനേക്കാളും പാള പോലെയുള്ള വലിയ മൊബൈലാണ് ഉമ്മാന്റെ കയ്യില്. അതുപോലെയുള്ള പാള പോലെയുള്ള മൊബൈലാണ് ബാപ്പാന്റെ കയ്യില്. ആ മൊബൈൽ ഉപയോഗപ്പെടുത്തിയിട്ട് മക്കളെ രാത്രിയിലും അല്ലാതെയും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ മൊബൈൽ ഫോണിലൂടെ ഗെയിമിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതിനൊക്കെയും തടയിടണമെങ്കിൽ ഇന്ത്യ സർക്കാർ ഈ ഗെയിമുകളെ നിരോധിക്കൽ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയം എന്താണ്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ ദുആ വലിയ അനിവാര്യമായ ദുആ ആണ്. നിസ്കാരത്തിന് ശേഷം ഇമാമിന്റെ കൂടെ ഒരു 3 തവണ ചൊല്ലി അവസാനിപ്പിക്കുന്ന ദുആ പോരാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒന്നാമത്തെ 10 വിട പറയുമ്പോൾ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്നത് 10,000 തവണ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. 10,000 തവണ എണ്ണം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. എന്നെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണേ മുസ്ലിമീങ്ങളെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പുതിയ ലോകത്തിന്റെ സങ്കല്പം എന്താണ്? പുതിയ ലോകത്തിന്റെ പുതിയ തിയറി എന്താണ്? അവര് പറയുന്നു, എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം. പുതിയ തലമുറക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നസീഹത്താണ്, മെസ്സേജാണ്. പുതിയ തലമുറ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ്, നോ ടെൻഷൻ. ജീവിതത്തിൽ ടെൻഷൻ എന്നത് തീരെ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കണം. നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കണം, എപ്പോഴും ആനന്ദത്തിലാകണം, ഒരിക്കലും ടെൻഷന് പാടില്ല. ഇതാണ് പുതിയ തലമുറ പരസ്പരം നൽകിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ്. ആര് പറഞ്ഞു സന്തോഷത്തിലാകണമെന്ന്? ആര് പറഞ്ഞു മനുഷ്യൻ എപ്പോഴും ആനന്ദത്തിലാകണമെന്ന്? അതൊരു തെറ്റായ മെസ്സേജാണ്, അതൊരു തെറ്റായ സന്ദേശമാണ്. അങ്ങനെ എപ്പോഴും ആനന്ദത്തിലാകൽ ദുനിയാവിലുണ്ടാകൂല. എപ്പോഴും സന്തോഷത്തിലാവുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ലോകത്തിന്റെ നേതാവ് ആരാണ്? സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ലോകത്തെ പറ്റി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? പുതിയ തലമുറ അങ്ങനെ പറയുന്നു, കരഞ്ഞിരിക്കരുത്, നീ കരയരുത്, നീ ടെൻഷനാകരുത്, നീ ബേജാറാകരുത്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഈ ലോകത്തെ പറ്റി അറിയുന്നവരില്ല, ആഖിറത്തെ പറ്റി അറിയുന്നവരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാഇമൽ ഫിക്രി വകസീറൽ അഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ചിന്തിച്ച് 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 വിഷണ്ണനായിരിക്കുന്നവരായിരുന്നു. വകസീറൽ അഹ്സാൻ, നിതാന്ത ദുഃഖിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ ദുഃഖമായിരുന്നു. ഒരിക്കലും സന്തോഷം റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തിന്റെ കൂട്ടുകെട്ട്, ജീവിതത്തിലെ കൂട്ടുകാരൻ ദുഃഖമായിരുന്നു, ടെൻഷനുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ അലിംതും മാ അലിംതു ലളഹികതും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന പലതും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നബി തങ്ങൾ പറയാണ്, ഞാൻ അറിയുന്ന പലതും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹികതും ഖലീലാ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു. പക്ഷേ ഞാൻ അറിയുന്ന പലതും നിങ്ങൾ അറിയൂല. നാളെ വരാൻ പോകുന്ന കാര്യങ്ങള്, ആഖിറത്തിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങള് ഞാൻ അറിയുമ്പോൾ നിങ്ങൾ അറിയില്ല. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, വളരെ കൂടുതൽ കരയുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുറെ ചിരിക്കാൻ എവിടെയും പ്രചോദനം നൽകിയിട്ടില്ല. യുവാക്കളെ, ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ എവിടെയും നമ്മോട് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും നമ്മോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കരയുന്നവരായിരിക്കണം, ജീവിതത്തെ ഓർത്ത് കരയണം, അല്ലാഹുവിനെ ഓർത്ത് കരയണം, ഖബർ ചിന്തിച്ചുകൊണ്ട് കരയണം, ആഖിറം ചിന്തിച്ചുകൊണ്ട് കരയണം, സിറാത്ത് ചിന്തിച്ചുകൊണ്ട് കരയണം, നരകം സ്വർഗം ചിന്തിച്ചുകൊണ്ട് കരയണം. ഇങ്ങനെ കരയാൻ പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെയല്ലല്ലോ അത് പറഞ്ഞത്. ഏതൊരു മനുഷ്യനും കരയുമ്പോഴാണ് അവൻ സുന്ദരനാകുന്നത്, കരയുമ്പോഴാണ് സുന്ദരിയാകുന്നത്. നല്ലോണം ചിരിക്കുമ്പോൾ, ചിരിക്കുന്നതിനേക്കാൾ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും കരഞ്ഞു കലങ്ങിയ ചുരുന്ന മുഖമുണ്ടല്ലോ, ആ മുഖമാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് ആധുനിക ശാസ്ത്രം ഓർമ്മപ്പെടുത്തുന്നില്ലയോ? ചിരിക്കുന്നതിനേക്കാൾ ഭംഗി കരഞ്ഞ മുഖമാണ്, ആ ചുവന്ന മുഖമാണ്, ആ നിറഞ്ഞ കണ്ണുള്ള മുഖമാണ്. അതാണ് ഭംഗി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഒരു തിരിച്ചറിയൽ രേഖയുണ്ടല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും ഓരോ തിരിച്ചറിയൽ രേഖയുണ്ടല്ലോ. മുമ്പ് കാലത്ത് സ്കൂളിലും മറ്റുമൊക്കെ ചേർത്താൻ വേണ്ടി പോയപ്പോ തിരിച്ചറിയൽ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് അടയാളപ്പെടുത്തിയ പലതുണ്ടല്ലോ. താഴെ ചുണ്ടിന്റെ ചുണ്ടിന്റെ ചുവട്ടില് കറുത്ത പുള്ളിയുണ്ടെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയവരുണ്ട്. കാലിൽ അതാ ഒരു മറുകുണ്ട് എന്ന് അടയാളപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ പല പല തിരിച്ചറിയൽ രേഖകളും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നമാ വസീറായ ഫിസ്സമായി, ആകാശലോകത്തിൽ എനിക്ക് 2 മന്ത്രിമാരുണ്ട്. ആകാശത്തിലേക്ക് 2 മന്ത്രിമാരുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മറ്റേത് ബഹുമാനപ്പെട്ട മലക്ക് മീകായിൽ. ആകാശത്തുള്ള എന്റെ 2 മന്ത്രിമാരാണവര്. എന്റെ വലഭാഗത്തും എന്റെ ഇടഭാഗത്തും അവർ ആകാശത്തുണ്ട്. എന്നാൽ വമിൻ അഹ്ലിൽ അർളി, ഭൂമി ലോകത്ത് എനിക്ക്
മന്ത്രിമാരുണ്ട്. എന്റെ വലഭാഗത്തുള്ള മന്ത്രി ആരാണ്? ഒന്ന് അബൂബക്കരും ഉമറും. വലഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. മറ്റേത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലഭാഗത്തുള്ള കൂട്ടുകാരന്റെ മന്ത്രിയുടെ അവസ്ഥ എന്താണ്? ആ നേതാവിന്റെ തിരിച്ചറിയൽ രേഖ ഏതാണ്? നാം അതാണ് മുഅ്മിനീങ്ങളെ പഠിക്കേണ്ടത്. ആ നേതാവിന്റെ തിരിച്ചറിയൽ രേഖ ഏതാണ്? ഫീ ഖദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വാദാനി മിൻ ബുകാഇ. ഫീ ഖദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ, ഖുലഫായികളുടെ കൂട്ടത്തിലെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ചുവന്നു തൊടുത്ത മുഖത്തെ കബളുണ്ടല്ലോ, ആ കബളില് ഖത്താനി അസ്വാദാനി മിൻ ബുകാഇ. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് അവിടത്തെ കബിൾ തടത്തിൽ രണ്ട് കറുത്ത അടയാളം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ കരഞ്ഞിട്ട് കണ്ണുനീര് ചാനിട്ടൊഴുകിയിട്ട് അവിടെ കറുത്ത അടയാളം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ കൂട്ടുകാരനായ സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ വലഭാഗത്തുണ്ടാകുമെന്ന് പറയപ്പെട്ട ഞാൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ, എല്ലാ അമ്പിയാക്കളും സ്വർഗത്തിലേക്ക് എന്റെ പിന്നാലെ കടന്നു കഴിഞ്ഞാൽ, പിന്നെ എന്റെ ഉമ്മത്തിൽ എന്നല്ല, പിന്നെ ലോകത്ത് ആദ്യം സ്വർഗത്തിലേക്ക് ബിസ്മിയും പറഞ്ഞ് വലത്തെ കാലെടുത്ത് വെച്ച് അതാ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എന്റെ കൂട്ടുകാരൻ, ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ് 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 കവിള് തടത്തിൽ രണ്ട് കറുത്ത അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആ സിദ്ദീഖ് തങ്ങളുടെ തിരിച്ചറിയൽ രേഖ അതായിരുന്നു. നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അതാ സങ്കടം എന്നത്, ദുഃഖം എന്നത് ഏതൊരു മനുഷ്യന്റെയും അനിവാര്യമായ അഭിവാജ്യമായ ഘടകമാണ്. എപ്പോഴും സന്തോഷമേ ഉണ്ടാവൂ എന്നൊരാളും അങ്ങനെ ധരിക്കരുത്. എപ്പോഴും ആനന്ദമേ ജീവിതത്തിൽ ഉണ്ടാകോ എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അത് മനസ്സിലാക്കുമ്പോഴാണ് അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്, അവിടെയാണ് അബദ്ധം പറ്റിപ്പോകുന്നത്. ഇത് ജീവിതമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് കടമ്പകളിലൂടെ മനുഷ്യൻ കടന്നു കഴിഞ്ഞു കടക്കേണ്ടി വരും. ജീവിതത്തിന്റെ അതാ സർവ മേഖലകളിൽ ചിലപ്പോൾ കടം വന്നു പോകും, സ്വാഭാവികമാണ്. ചിലപ്പോൾ കച്ചവടം പൊളിഞ്ഞു പോകും, സ്വാഭാവികമാണ്. അതാ പെൺകുട്ടികളെ മംഗലം കഴിച്ച പേരിൽ കുറെ കടങ്ങൾ വന്നു പോകും, സ്വാഭാവികമാണ്. വീട് വെച്ചതിന്റെ പേരിൽ കുറെ കടങ്ങൾ വന്നു പോകും, സ്വാഭാവികമാണ്. ചിലപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ വരും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ചില രോഗങ്ങൾ വലുതായിട്ട് വന്നേക്കാം, അതും അല്ലാഹുവിന്റെ നിശ്ചയമാണ്. ആ രോഗം ഒരു പക്ഷേ ക്യാൻസർ ആകാം, ഒരു പക്ഷേ മറ്റു പലതുമാകാം. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആ രോഗങ്ങളൊക്കെ പിടിപെട്ടു പോയവർക്ക് അല്ലാഹു പരിപൂർണമായ അജിലായ ശിഫ നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ നിലക്കുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വരും, അനിവാര്യമാണ്, നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യ ഘടകമാണ്. അപ്പോഴോ നമ്മുടെ യുവാക്കൾ മനസ്സിലാക്കി വെച്ചത് നോ ടെൻഷൻ, എപ്പോഴും സന്തോഷം, എപ്പോഴും ആനന്ദം, എപ്പോഴും പുഞ്ചിരി, എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കുക, എപ്പോഴും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തോന്നുമ്പോഴൊക്കെ കറങ്ങാൻ പോവുക. ഇങ്ങനെയുള്ളൊരു ജീവിതം സ്വപ്നം കണ്ട മക്കൾ, ആ മക്കളുടെ ജീവിതത്തിലേക്ക് ടെൻഷൻ കടന്നു വരുമ്പോൾ, ആ മക്കളുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ആ മക്കളുടെ ജീവിതത്തിലേക്ക് കടങ്ങൾ കടന്നു വരുമ്പോൾ, അവരെ ബിസിനസ്സുകൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസീറൽ അഹ്സാൻ, നബി തങ്ങൾ എപ്പോഴും ദുഃഖിതനായിരുന്നു. ആ ടെൻഷൻ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് യുവസമൂഹം പഠിക്കൽ ആവശ്യമാണ്, അനിവാര്യമാണ്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ എനിക്ക് വന്നേക്കാം, കടങ്ങൾ വന്നേക്കാം, രോഗം വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം. അങ്ങനെയുള്ള പ്രയാസങ്ങളും കടങ്ങളും ദുരിതങ്ങളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പറയാൻ ഒരാളുണ്ട്, അത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. എന്റെ സങ്കടം കേൾക്കാൻ പറ്റിയ ഒരാളുണ്ട്, അത് എന്റെ റബ്ബാണ്. എന്റെ കടം വീട്ടിത്തരാൻ പറ്റുന്ന ഒരാളുണ്ട്, അത് എന്റെ റബ്ബാണ്. ആ റബ്ബിനോട് ഞാനൊന്ന് കരഞ്ഞു പറഞ്ഞാൽ എന്റെ റബ്ബ് എന്റെ കണ്ണീര് കാണാതെ പോകൂല. ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് ഈ രൂപത്തിലൊക്കെ എന്നാക്കിയവൻ അവനാണ്. ഇതിൽ എന്റെ യാതൊരു കൈകടത്തുലങ്ങില്ല. ഏതാനും ഇന്ദ്രിയ തുള്ളികളെ കൊണ്ട് അല്ലാഹു തആല എന്നെ പടച്ചപ്പോൾ എത്ര വലിയ പവറുള്ള പത്രാസുള്ള കണ്ണുകളാണ് ഇന്ദ്രിയ തുള്ളികളിലൂടെ അല്ലാഹു എനിക്ക് നൽകിയത്. ആ ഇന്ദ്രിയ തുള്ളികളിലൂടെ എന്റെ കൈകാലുകളുടെ എല്ലുകൾക്ക് ബലം കൊടുത്തത് എന്റെ റബ്ബല്ലയോ? എനിക്ക് ആരോഗ്യം നൽകിയത് എന്റെ റബ്ബല്ലയോ? എന്റെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് എന്റെ റബ്ബല്ലയോ? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത ഒരു വാഹനം, ആ വാഹനം പിന്നെ അല്പസമയം ഓഫ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. മണിക്കൂറുകളോളം 2 ദിവസമോ 4 ദിവസമോ അത് ഓഫ് ചെയ്യാതെ വെക്കാൻ പാടില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ലയോ ഈ ശരീരം? ഞാൻ ചോദിച്ചോട്ടെ, ദിവസങ്ങളോളം ഓടിയ വാഹനമാകുന്ന ശരീരം എപ്പോഴെങ്കിലൊക്കെ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോ സർവീസിന് വേണ്ടി വാഹനം കൊണ്ട് വെക്കുന്നവരല്ലേ നമ്മള്? ഈ ശരീരം എവിടെയെങ്കിലും വർഷങ്ങൾ ഓടിയിട്ട് ഒരു സർവീസിന് കയറ്റേണ്ടി വന്നിട്ടുണ്ടോ? എന്താ കാരണം? അല്ലാഹുവാണ് വലിയ ഹിക്മത്തുള്ളവന്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ദ്രിയത്തുള്ളികളിൽ നീ നിനക്ക് എന്നെ പാകപ്പെടുത്തിയെങ്കിൽ എന്റെ കടം വീട്ടാൻ, എന്റെ പ്രയാസങ്ങൾ തീർക്കാൻ, എന്റെ ദുരിതങ്ങളൊക്കെ നീക്കിത്തരാൻ എനിക്കൊരു റബ്ബുണ്ടല്ലോ. ആ റബ്ബിനോട് ഞാനൊന്ന് കൈപ്പൊക്കട്ടെയോ, ആ റബ്ബിനോട് ഞാനൊന്ന് പറയട്ടെയോ എന്ന ചിന്തയിലേക്ക് വിശ്വാസികള് എത്തിപ്പെടേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. അങ്ങനെ കരയുന്ന കണ്ണുനീരുകൾ എവിടെയും പോകൂല. പരിശുദ്ധമായ റമദാനാണ്. റമദാൻ ശരീഫിൽ നിങ്ങളൊക്കെ അതാ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, നിങ്ങളൊക്കെ നോമ്പെടുത്തവരാണ്, ളുഹാ നിസ്കരിച്ചവരാണ്, തസ്ബീഹ് നിസ്കരിക്കുന്നവരാണ്, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്. അതോടുകൂടെ ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ ശരീഫിൽ നമ്മൾ കരയാനും കൂടെ സമയം കണ്ടെത്തണേ. നമ്മൾ കരയണം, അല്ലാഹുവിന്റെ മുന്നിൽ കരയണം. നമ്മൾ ആണുങ്ങളാണ്, നമ്മൾ എവിടെയും കരയൂല. ഭാര്യയുടെ മുന്നിൽ നമ്മൾ കരയൂല, പെങ്ങന്മാരെ മുന്നിൽ കരയൂല, മക്കളെ മുന്നിൽ കരയൂല, ഉമ്മമാരെ മുന്നിൽ കരയൂല. അത് ആണുങ്ങളെ സ്വഭാവമാണ്. സങ്കടങ്ങൾ ധാരാളമുണ്ട്, ദുഃഖങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഒരാളെ മുന്നിലും കരയൂല. എന്നാൽ പെണ്ണുങ്ങൾ അങ്ങനെയാണോ? അല്ല. പെണ്ണുങ്ങൾ നമ്മുടെ കടം കേൾക്കുമ്പോൾ കരയാണ്, നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ ഭാര്യമാര് കരയാണ്, നമ്മുടെ കടങ്ങൾ കേൾക്കുമ്പോൾ ഉമ്മമാര് കരയാണ്. നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഒന്നാകെ നഷ്ടത്തിലായി പോയി, എല്ലാം തരിപ്പണമായി പോയി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും നമ്മുടെ പെൺകുട്ടികളും കരയുകയാണ്. അപ്പോഴും നമ്മൾ കരയൂല. അതുകൊണ്ടല്ലേ ആധുനിക ലോകം പഠിപ്പിച്ചു പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവാണ്. കാര്യം എന്താ? അവരെ സങ്കടങ്ങള്, ബേജാറുകള് അവരെ കരഞ്ഞങ്ങ് തീർക്കും. പുരുഷന്മാരോ കരയാതെ അവര് മനസ്സിന്റെ അകത്തടങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ട് അതിന്റെ തിക്തഫലമായി അറ്റാക്ക് സംഭവിക്കുകയാണ്. പറയ
പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കരഞ്ഞുകൊണ്ട് 2 തുള്ളി കണ്ണുനീര് എനിക്കൊന്ന് സംഭാവന ചെയ്യോ? നിങ്ങൾ 2 തുള്ളി കണ്ണുനീര് എനിക്കൊന്ന് സംഭാവന തരോ? ചോദിച്ചത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ പണം അല്ലാഹുവിന്റെ റസൂൽ സംഭാവനയായി ചോദിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അല്ലാഹുവിന്റെ റസൂൽ സംഭാവനയായി ചോദിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സംഭാവന ചോദിച്ചത് 2 തുള്ളി കണ്ണുനീര് തരുമോ? അത് എന്തിനാണ്? ദുനിയാവ് ചിന്തിച്ചിട്ട് കരഞ്ഞോ? ആഖിറത്ത് ചിന്തിച്ച് കരഞ്ഞോ? സ്വർഗം ചിന്തിച്ച് കരഞ്ഞോ? നരകം ചിന്തിച്ച് കരഞ്ഞോ? അല്ലാഹുവിന്റെ അദാബിനെ ഓർത്തിട്ട് കരഞ്ഞോ? ചെയ്തു പോയ പാപങ്ങളെ ഓർത്തിട്ട് കരഞ്ഞോ? അതിന് പറ്റിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആളുകളെ മുന്നിൽ കരയാൻ നമ്മെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നിശയുടെ നിശബ്ദതയിൽ ഇരുട്ടിന്റെ മറവിൽ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞോ? നബി തങ്ങൾ പറയുകയാണ്, മഹ്ശറാ മുറ്റത്തേക്ക് നരകത്തെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. നരകത്തെ കൊണ്ടുവരുമ്പോൾ നരകം അതിന്റെ പവർ കാണിക്കുന്നു, നരകം അതിന്റെ പത്രാസ് കാണിക്കുന്നു. നബിതങ്ങൾ പറഞ്ഞല്ലോ, നരകത്തിന് കണ്ണുകളുണ്ട്, നരകത്തിന് കൈകളുണ്ട്, നരകത്തിന് കാലുകളുണ്ട്, നരകത്തിന് ചെവികളുണ്ട്, നരകത്തിന് തുമ്പിക്കൈകളുണ്ട്. നരകത്തിന്റെ തുമ്പിക്കൈകളെ കൊണ്ട് ഒരൊറ്റപ്പിടുത്തത്തിൽ 10,000-കണക്കിന് ആളുകളെ പിടിക്കാൻ നരകത്തിന് കഴിയുമെന്ന് സ്വാദിഖുൽ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ആ നരകം അതിന്റെ പ്രൗഢിയോടുകൂടെ അഹങ്കാരത്തോടുകൂടെ മഹ്ശറാ മുറ്റത്ത് വന്നിട്ട് അതാ നരകം ശബ്ദമുണ്ടാക്കുന്നു. എന്റെ ആളുകളെവിടെ? നിസ്കരിക്കാത്തവരെവിടെ? നോമ്പെടുക്കാത്തവരെവിടെ? വ്യഭിചരിച്ചവരെവിടെ? പലിശ കൊടുത്തവരെവിടെ? ഹലാല് ഹറാം ചിന്തിക്കാതെ ജീവിച്ചവരെവിടെ? എന്റെ ആളുകളെ ഇങ്ങ് തരൂ, എന്റെ ആളുകളെ പിടിച്ചു വെക്കല്ലേ റബ്ബേ, എന്റെ ആളുകളെ ഇങ്ങോട്ട് തരൂ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നരകം ബഹളമുണ്ടാക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് തീപ്പൊരികൾ ഇങ്ങനെ മേൽപോട്ട് വങ്ങുമ്പോൾ, നരകത്തിൽ നിന്ന് തീപ്പൊരികൾ മേൽപോട്ട് വങ്ങുന്ന രംഗം കണ്ടിട്ട് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും പരുന്തിനെ കണ്ട കോഴിക്കുഞ്ഞ് വിറക്കും പോലെ മഹ്ശറാ മുറ്റത്ത് കിടന്നുകൊണ്ട് കിടകിടാ വിറക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ് നരകത്തിന്റെ ബഹളം കേട്ട് അട്ടഹാസം കേട്ട് മഹ്ശറ ഒന്നാകെ ശാന്തമായി പോയി. ആ നരകത്തിൽ നിന്ന് മേൽപോട്ട് പൊങ്ങുന്ന തീപ്പൊരി കണ്ടിട്ട് എല്ലാവരും ബേജാറായി പോയി. ശാന്തമായ മഹ്ശറ, നിശബ്ദമായ മഹ്ശറ, ഒരാളും മിണ്ടാത്ത മഹ്ശറ, 2 ആളുകളുടെ ശബ്ദം മാത്രമേ പുറത്തേക്ക് കേൾക്കുന്നുള്ളൂ. അവർ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം. ആ 2 മഹാന്മാരുടെ ശബ്ദം മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അവരെന്താ ശബ്ദിക്കുന്നത്? അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇതല്ലാതെ മഹ്ശറയിൽ മറ്റൊന്നും കേൾക്കുന്നില്ല. ആ തീപ്പൊരികൾ മേൽപോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ തീപ്പൊരികളിൽ നിന്ന് ഒരു തീപ്പൊരി എങ്ങാനും മഹ്ശറാ മണ്ണിലേക്കൊന്ന് തെറിച്ചു വീണാൽ മഹ്ശറ ഒന്നാകെ ചുട്ടുചാമ്പലായി പോകും. ഒരു തീപ്പൊരി കൊണ്ട് ചുട്ടുചാമ്പലാക്കാൻ കഴിയുന്ന വളരെ ശക്തിയുള്ള തീപ്പൊരികളാണ് നരകത്തിലെ തീപ്പൊരി. ആ നരകത്തിന്റെ സമീപത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളമായി പോകുന്ന മുഅ്മിനീങ്ങളെ, നബി തങ്ങൾക്ക് എവിടെന്നാ വെള്ളം കിട്ടിയത്? റസൂലുള്ളാഹിക്ക് എവിടെന്നാ പാത്രം കിട്ടിയത്? നബി തങ്ങൾ അതാ ഒരു പാത്രത്തിൽ വെള്ളമായി നരകത്തിന്റെ സമീപത്തേക്ക് പാഞ്ഞെടുക്കുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാപ്പയായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം തടഞ്ഞു വെക്കുന്നു. പറയുന്നു, മോനെ മുഹമ്മദേ, അത് നരകമാണ് മോനെ, സമീപത്തേക്ക് പോകല്ല. എന്താണെങ്കിലും നരകത്തിന്റെ അടുത്തേക്ക് പോകല്ല. അതിന്റെ മഹനം കണ്ടില്ലേ, തീപ്പൊരി കണ്ടില്ലേ, പുക കണ്ടില്ലേ, ആളുകളൊക്കെ ബേജാറായി നിൽക്കുന്ന രംഗം കണ്ടില്ലേ? നരകത്തിന്റെ സമീപത്തേക്ക് പോകല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തടയാൻ ശ്രമിക്കുമ്പോൾ നബി തങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നബി തങ്ങൾ പറയുന്നു, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് നരകത്തിന്റെ സമീപത്ത് പോകണം, ഈ വെള്ളം നരകത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബ്ലോക്ക് ഇടുന്നു. ജിബ്രീൽ പറയുന്നു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങോട്ടാണ് ഈ പുറപ്പാട്? ഈ ആമ്പാറ്റകളെ പോലെ തീന്റെ സമീപത്തേക്കാണോ പാഞ്ഞു ചെല്ലുന്നത്? പോകല്ലേ നബിയെ, ഞാൻ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, ഭൂമി ലോകത്ത് നിങ്ങൾ എന്നെ നിയന്ത്രിച്ചിരുന്നു, ഭൂമി ലോകത്ത് നിങ്ങൾ എന്നെ പലപ്പോഴും ബ്ലോക്കിട്ടിരുന്നു. അതൊക്കെ ഞാൻ അനുസരിച്ചവനാണ്, കേട്ടവനാണ്, ഉൾക്കൊണ്ടവനാണ്. പക്ഷേ ഈ മഹ്ശറായിലെ എനിക്ക് ഇപ്പോൾ തൽക്കാലം അതിന് സാധ്യമല്ല. എന്റെ ഈ കയ്യിൽ കാണുന്ന പാത്രത്തിലെ വെള്ളം നരകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളമാണ് എന്നും പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയി. നരകത്തിന്റെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ദൂരെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിലുള്ള പാത്രത്തിലെ വെള്ളം നരകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാതെ എല്ലാ വെള്ളവും നരകത്തിലേക്ക് കൃത്യമായി ചെന്ന് വീഴുന്നു. ഹാദിഹി മുഅ്ജിസത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്. മഹ്ശറായിലും അത്ഭുതം കാണിക്കുകയാണ്. മഹ്ശറായിലും അനാദാബിന് വിശ്രമമില്ല, ഓടി നടക്കുകയാ. നബി തങ്ങൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നരകത്തിലേക്ക് ചെന്ന് വീഴേണ്ട താമസം നരകം ശാന്തമായി പോയി. അതിന്റെ അഹങ്കാരം നിലച്ചുപോയി. പിന്നെ ശബ്ദം കേൾക്കുന്നില്ല. നരകത്തിന്റെ ബഹളം പിന്നെ കേട്ടിട്ടില്ല. മേൽപോട്ട് പൊങ്ങി വന്ന തീപ്പൊരികള് പിന്നെ മേൽപോട്ട് പൊങ്ങി കാണുന്നില്ല. കറുത്ത പുകകൾ പിന്നെ മേൽപോട്ട് പൊങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്മാർക്ക് വലിയ അത്ഭുതമായി പോയി. ജിബ്രീലിന് വലിയ കൗതുകമായി പോയി. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വട്ടമിടുന്നു. യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ആ ഒഴിച്ചു കൊടുത്തത്? എന്താണ് നബിയേ ഇത്രയും വലിയ പവറുള്ള വെള്ളം, ആ നരകത്തിനെ ശാന്തമാക്കാൻ പറ്റുന്ന വെള്ളം ഏത് വെള്ളമാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹാദാ ദുമൂഉ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കണ്ണുനീരാണത്, എന്റെ ഉമ്മത്തിന്റെ കണ്ണുനീരാണത്. അവർ ജീവിതത്തിൽ പലപ്പോഴും കരഞ്ഞവരാണ്, അല്ലാഹുവിന്റെ അദാബിനെ പേടിച്ച് കരഞ്ഞവരാണ്. അവര് നരകം കണ്ടവരല്ല, അവര് സിറാത്ത് ഭാഗം കണ്ടവരല്ല. പക്ഷേ നരകം കണ്ടിട്ടില്ലെങ്കിലും അവര് പലപ്പോഴും നരകത്തെ പേടിച്ച്, അല്ലാഹുവിന്റെ അദാബിനെ പേടിച്ച് അവര് കരഞ്ഞവരായിരുന്നു. ആ കണ്ണുനീര് മുഴുവനും എന്റെ റബ്ബ് സൂക്ഷിച്ചു വെച്ചു.
അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുള്ളവർ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുള്ളവര് നിശ്ചയമായും നരകത്തിൽ കടക്കേണ്ടി വരൂല. തമാശക്ക് പോലും വെള്ളം പറഞ്ഞിട്ടില്ലാത്ത അസ്വാദിഖുൽ മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിന്റെ കണ്ണുനീരാണത്. എന്റെ ഉമ്മത്തിൽ കരഞ്ഞ് 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 ആ കണ്ണുനീരൊക്കെയും ഞാൻ എന്റെ റബ്ബ് സൂക്ഷിച്ചു വെച്ചതാ. അവസരമായപ്പോൾ എന്റെ റബ്ബ് എനിക്ക് സമ്മാനിച്ചതാ. ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമുണ്ടല്ലോ എന്റെ ഉമ്മത്തിന്റെ കണ്ണീരാ. തങ്ങൾ പറയുന്നു, ഉമ്മത്തെ, സ്വഹാബത്തെ, മുതലാളിമാരെ, പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, പണ്ഡിതരെ, എന്റെ ഉമ്മത്തിലുള്ളവരെ, ആ നരകത്തിലേക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ 2 തുള്ളി കണ്ണുനീര് നിങ്ങൾ സംഭാവന തരുമോ? എനിക്കൊന്ന് സംഭാവന ചെയ്യോ? മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് കരയാൻ പഠിക്കണം. എപ്പോഴും സന്തോഷകരമായ ജീവിതം, ആനന്ദകരമായ ജീവിതം, ടെൻഷൻ ഇല്ലാത്ത ജീവിതം, സുരക്ഷമായ ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഇഷ്ടമുള്ള സ്ഥലത്തേക്കുള്ള പോക്ക്, കറങ്ങല്, ചുറ്റല്, ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ടെൻഷൻ കടന്നു വരുമ്പോൾ, അതിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് ചുറ്റികയും കത്തിയും വാളും വിഷവും നമ്മുടെ യുവാക്കളെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈ ബോധം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി. നീട്ടുന്നില്ല, സമയം നീണ്ടുപോയി. ഒറ്റ വാക്ക് പറയാൻ, അത് ഈ മാസത്തിനോട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഈ മാസത്തിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാവും. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധമായ റമദാൻ ശരീഫിൽ നിങ്ങളൊക്കെ നോമ്പെടുത്തവരാണ്, നിങ്ങളൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, നമ്മളൊക്കെയും ധാരാളം സ്വതക്കയും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, അതോടുകൂടെ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ ധാരാളം നമുക്ക് ഓതാൻ കഴിയണം. അത് ഈ മാസത്തിനോട് കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ ബാധ്യതയും കൂടിയാണ്. വിശുദ്ധമായ ഖുർആൻ ശരീഫ് ധാരാളം ഓതാൻ കഴിയണം. ശരിക്ക് ഓതുക തന്നെ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറയിൽ വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്ന സന്ദർഭം അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഖദിറു ഉമ്മതക യാ മുഹമ്മദ്, ഖദിറു ഉമ്മതക യാ മുഹമ്മദ്. അർശിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശബ്ദത്തോടുകൂടി ഇടിമുഴക്കം പോലെ ശബ്ദം വരുന്നു, ഖദിറു ഉമ്മതക യാ മുഹമ്മദ്. ഓ മുഹമ്മദ് നബിയെ, ഹിസാബിന്റെ വേണ്ടി അങ്ങയുടെ ഉമ്മത്തിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം. അങ്ങയുടെ ഉമ്മത്തിനെ എന്റെ അരികിലേക്ക് ഹാജരാക്കണം. നബി തങ്ങൾ പറയുന്നു, വേണ്ട, എന്റെ ഉമ്മത്തിനോട് ഹിസാബ് വേണ്ടതല്ല. എന്റെ ഉമ്മത്ത് പാപങ്ങളാണ്. ഒരു പക്ഷേ തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമായും ചെയ്തു പോയേക്കാം. എന്നാലും പലപ്പോഴൊക്കെ അവിടെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്റെ ഉമ്മത്തിനോട് ഹിസാബ് വേണോ? നബി തങ്ങൾ തർക്കിക്കുമെന്ന് ഇമാം ബുഖാരി തിരിക്കുന്ന ഹദീസിൽ കാണാം. പക്ഷേ അല്ലാഹു തആല വിടൂല. അല്ലാഹു ചോദിക്കുന്നു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. വെറുതെ പടച്ചതായിരുന്നു എന്നാണ് അവർ ചിന്തിച്ച് ജീവിച്ചത്. അല്ല, എല്ലാറ്റിനും ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ മറ്റും പാലിക്കാൻ അങ്ങയുടെ ഉമ്മത്തിൽ പലർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഹിസാബ് എടുക്കണം, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ നബിയെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനോട് പറയുന്നു, ചെറിയൊരു സമയം എനിക്ക് വേണം അല്ലാഹ്. അങ്ങനെ എന്റെ ഉമ്മത്തിന് ഹാജരാക്കണമെങ്കിൽ ഹാജരാക്കി തരാം. പക്ഷേ ചെറിയ സമയം എനിക്ക് അനുവദിക്കണം. എന്തിനാണ് സമയം ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട ആദം നബിയെ പോയി കാണുന്നു. ആദം നബിയോട് പറയുന്നു, ഉപ്പാ, എന്റെ ഉമ്മത്ത്, അവരെ പ്രവാചകൻ ഞാനാണെങ്കിലും അവരുടെ ബാപ്പ നിങ്ങളാ. അവര് ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു പക്ഷേ റബ്ബിന്റെ മുന്നിൽ
ശക്തമായ ശിക്ഷ നേരിടാൻ വേണ്ടി പോകുന്ന സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ ഉപ്പ എന്ന് പറഞ്ഞ് നബി തങ്ങൾ ആദ്യ നബിയോട് പറയുന്നു, നമ്മുടെ എന്റെ ഉമ്മത്ത് ചെയ്ത ദോഷങ്ങള്, അങ്ങയുടെ മക്കള് ചെയ്തു പോയ ദോഷങ്ങള്, അത് നമുക്ക് രണ്ടുപേർക്കും ഒന്നും ഓഹരി ചെയ്ത് വെച്ചാലോ, നമ്മളങ്ങ് ഏറ്റെടുത്താലോ? കുറച്ച് ദോഷങ്ങളൊക്കെ ഞാൻ അങ്ങ് ഏറ്റെടുക്കാം, കുറച്ച് നിങ്ങളെ മക്കളെ ദോഷം നിങ്ങളും ഏറ്റെടുക്കണം. അതെന്നി പറയുന്നു, അതൊന്നും സാധിക്കൂല മോനെ, ഞാൻ തന്നെ എന്റെ കാര്യം ബേജാറിലാണ്. പറയട്ടെ, ഞാൻ നിർത്തി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബേജാറായി. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ സങ്കടപ്പെട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരുന്നു, ഹിസാബിന് വേണ്ടി അനുമതി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് അല്ലാഹുവിന്റെ ചോദ്യം ചെയ്യലിൽ പരാജയപ്പെടുമ്പോ പലരെയും നരകത്തിലേക്ക് അനയിക്കപ്പെടുന്ന നിലയ്ക്ക് അതാ മീസാനിൽ നന്മകൾ തിന്മകൾ തൂക്കുമ്പോ തിന്മയുടെ ഭാഗം വർദ്ധിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ കുറ്റപ്പെടുത്താത്ത നേതാവാണ്. ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നേതാവാണ്. പക്ഷേ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ മുന്നിൽ നബി തങ്ങൾ ഒരു പരാതി പറയുന്നു. എന്നെ പറ്റി നിങ്ങളെ പറ്റി ഒരു പരാതി പറയുന്നു. എന്താണ് പരാതി? ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മെ പറ്റി നമ്മുടെ നേതാവ് സങ്കടത്തോടെ പറയുന്ന പരാതിയാണ്. വഖാല റസൂൽ, പ്രവാചകന് പറയുമത്രേ, യാ റബ്ബ്, ഓ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് ഈ കാണുന്ന പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെ പറ്റിയ കാരണം എന്താണ്? അവർ ഈ ഖുർആനിനെ അവര് തള്ളിക്കളഞ്ഞതാണ് റബ്ബേ. അവര് ഖുർആൻ പഠിച്ചില്ല, അവര് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചില്ല. ഖുർആൻ ഓതി വഅദ് പറയുമ്പോൾ അത് കേട്ടില്ല. പള്ളി മിഹ്റാബിൽ നിന്ന് വഅദ് പറയുമ്പോ, ഖുർആൻ ഓതി ഉപദേശിക്കുമ്പോ അവിടെയൊന്ന് ഇരിക്കാൻ സമയം കാണാതെ മുഖം തിരിച്ച് കളഞ്ഞവരാണ്. അവരെ ഈ ഖുർആനിനെ അവഗണിച്ചതാ. എന്റെ ഉമ്മത്തിന് പറ്റിപ്പോയ അവളി. എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിക്കാതെ, ഖുർആൻ അനുസരിക്കാതെ, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ അവര് ആ നിരക്കങ്ങ് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ വലിയ നഷ്ടം എന്റെ ഉമ്മത്തിന് പറ്റിപ്പോയത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അങ്ങനെ ഒരു പരാജയം നമുക്ക് വരാൻ പാടില്ല. ഇവിടെ ഖുർആൻ ഓതിയവരാണ്, പഠിച്ചവരാണ് എന്നൊക്കെ പറയാൻ കഴിയണം. നമ്മളെ കൂട്ടത്തിൽ ഖുർആൻ പഠിച്ചവരല്ലേ നമ്മളെല്ലാവരും. പഠിക്കാന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ അറിയാത്തവർ ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ഒരു പക്ഷേ പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടായേക്കാം. അതേ സമയത്ത് ഖുർആൻ ഓതാൻ പഠിച്ച നമ്മൾ ഖുർആൻ തീരെ ഓതുന്നില്ല. നിബിധങ്ങൾ പറയുന്നത് എന്റെ ഉമ്മത്തിയെ ഖുർആൻ അവഗണിച്ചത് കൊണ്ട് പറ്റിപ്പോയ അബദ്ധമാണ് എന്റെ ഉമ്മത്തിന് പറ്റിപ്പോയത് എന്ന് പറയും. ഖുർആൻ പഠിക്കാൻ സമയം കാണണം, ഖുർആൻ ഓതാൻ സമയം കാണണം. അൽഹംദുലില്ലാഹ്, ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ പലതും പഠിപ്പിക്കാറുണ്ട്. ഭൗതികപരമായും മതപരമായും എല്ലാം പഠിപ്പിക്കാൻ നമ്മളൊക്കെ മുൻപന്തിയിലുണ്ട്. നമ്മുടെ നാട്ടിൽ കുറെ ഹാഫിളുകൾ അൽഹംദുലില്ലാഹ്. ഒരു
പക്ഷേ നമ്മുടെ ഹമീദിച്ചാന്റെ മകനാണ് ഒരു ഹാഫിദ്. ഹമീദിച്ചാന്റെ അവരുടെ പേര് അല്ലേ? ഒരു മകൻ ഒരു ഹാഫിദായി അൽഹംദുലില്ലാഹ്. രണ്ടാമത് നമ്മുടെ അഹ്മദ് ഹാജി ഫൈസി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരെ മകളെ ഭർത്താവ് ആ ഉസ്താദിന്റെ മകൻ ഹാഫിദാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഖമറു സീതി അവരുടെ മകൻ ഹാഫിദാണ് ബിലാൽ. നമ്മുടെ ഈ നാട്ടിന്റെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട മൊയ്തു ഹാജി ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഹിലാൽ ഹാഫിദാണ്. ചെറിയ കുഞ്ഞാണ്. ബിലാലും ഹിലാലും ഒക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അവർ ഹാഫിദാണ്. അവർ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തി. അവരെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറായി. അല്ലാഹു ആ മക്കൾക്കൊക്കെ വലിയ ബറക്കത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുന്ദരമായ ഭാവി അവർക്കൊക്കെയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധമായ ഖുർആൻ റമദാൻ ശരീഫിൽ നന്നാക്കി ഓതാനെങ്കിലും സമയം കണ്ടെത്തുക, നന്നായി ഓതുക. അപ്പൊ ഉസ്താദെ ഞാൻ ഓർത്ത് എനിക്ക് അങ്ങനെ വല്ലാതെ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷേ കൂട്ടത്തിലുണ്ടാവും. ഓതാൻ അറിയുന്നവരും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉസ്താദെ, നമ്മൾ പള്ളിയിലെ ഇമാമല്ല, നമ്മൾ നിങ്ങളെ മാതിരിയല്ല. പുറത്ത് പണിക്ക് പോകണം, മീൻ വാങ്ങാൻ പോകണം, പത്തക്ക പോകണം, സമോസ വാങ്ങാൻ പോകണം. ഇതെല്ലാം വാങ്ങാൻ വേണ്ടി പോകുമ്പോ പിന്നെ ഖുർആൻ ഓതി ഇരുന്നാൽ പറ്റുമോ? ഞാനത് പറഞ്ഞുതരാം. ഖുർആൻ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഓതിയ കൂലി കിട്ടും. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് ചെറിയ സൂറത്തല്ല. ഇത് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഈ സൂറത്ത് നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മാർക്കറ്റിലും നിങ്ങൾ വാഹനത്തിലും ഒക്കെ ഓതിക്കോളൂ. ഖുർആൻ ഓതി കൂലിട്ടു. റമദാനിൽ ഖുർആൻ ഓതിയോ? ഖുർആനല്ലേ സൂറത്തുൽ ഇഖ്ലാസ്. അത് നന്നായി അങ്ങ് ഓതി നടത്തത്തിലൊക്കെ ഓതി. ഫാത്തിഹ അനക്കറിയാത്ത സൂറത്തുൽ ഫാത്തിഹ നടക്കുമ്പോ ഫാത്തിഹ സൂറത്ത് അങ്ങനെ ഓതുക. യാസീൻ അറിയും, പക്ഷെ ചിലപ്പോ യാസീൻ തീരൂല. യാസീൻ നമുക്ക് കാണാതെ അറിയും. മാർക്കറ്റിൽ നിന്ന് ഓതുമ്പോൾ ചിലപ്പോൾ യാസീൻ തീരൂല. ഫൈദാവും ഖാമിദുൻ ഫൈദാവും ഖാമിദുൻ ഫൈദാവും ഖാമിദുൻ. ഇത് തീരണ്ടേ? എന്നാ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് തീരാത്ത പ്രശ്നമില്ല. അതെങ്കിലും ഓട്ടോമാറ്റിക്ക് നമുക്ക് പ്രയാസമില്ലാതെ ഓതാൻ കഴിയും. എന്നാ സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ സൂറത്താണെങ്കിൽ ചെറിയ സൂറത്തല്ല. ലൗ അന്ന അഹദൻ മിൻ യഖ്തത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ് എന്ന മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ പിടിയിൽ നിന്ന് ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബി വഫാത്തായപ്പോൾ 70,000 മലക്കുകൾ സഅദ് ബിൻ മുആദ് തങ്ങളുടെ ജനാസ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എടുത്തപ്പോൾ അനുഗമിക്കാൻ വേണ്ടി ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നു 70,000 മലക്കുകള്. നബി തങ്ങൾക്ക് നടക്കാൻ കഴിയാതെ തള്ളവരിൽ മാത്രം കുത്തി നടന്നു. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി, എന്താ ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് തങ്ങളുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത 70,000 മലക്കുകൾ പള്ളിയുടെ പുറത്തേക്ക് ആ ജനാസ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന രംഗം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്വഹാബത്ത് ചോദിച്ചില്ലേ നബിയേ, എന്തുകൊണ്ടാണ് കാല് കുത്താതെ കാലിന്റെ വിരലുമാലം മാത്രം കുത്തി നടക്കാനുണ്ടായ കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, സഅദ് ബിൻ മുആദിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന 70,000 മലക്കുകളിൽ നിറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാനെങ്ങാനും ചവിട്ടിയാൽ അവരെ ദേഹത്ത് തട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചു നടന്നതാണ്. അത്രത്തോളം മലക്കുകൾ ഹാജറുണ്ടായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചില്ലേ, എന്താ അതിന്റെ കാരണം? സഅദ് ബിൻ മുആദ് തങ്ങളെ ജനാസയെ അനുഗമിക്കാൻ ഇത്രയും മലക്കുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, സഅദ് ബിൻ മുആദ് ഇരിക്കുമ്പോൾ
ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും വാഹനത്തിലും യാത്രയിലും എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് പതിവായി ഓതിയിരുന്നു. റമദാൻ മാസം മാത്രമല്ല, എല്ലാ മാസത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പതിവായി ഓതിയിരുന്നു. അതിന്റെ ബറക്കത്ത് കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ച 70,000 മലക്കുകള്, സൂറത്തുൽ ഇഖ്ലാസിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 70,000 മലക്കുകൾ ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ അനുമതിയോടെ ഭൂമിലോകത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ സാധിക്കും, മാർക്കറ്റിൽ പോകുമ്പോൾ സാധിക്കും, നമുക്ക് ഓതാൻ പറ്റും. മീൻ വാങ്ങാൻ പോകുമ്പോൾ ഓതാൻ പറ്റും, സമോസ വാങ്ങുമ്പോൾ ഓതാൻ പറ്റും. അങ്ങനെ പോകുമ്പോഴൊക്കെയും സൂറത്തുൽ ഇഖ്ലാസ് ഓതി പോകണം. അങ്ങനെ ഖുർആൻ ധാരാളം ഓതിയിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം. ഖത്മുകൾ ധാരാളം തീർക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്ര മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം നീണ്ടുപോയി. പള്ളിക്കര യതീംഖാനയോട് ബന്ധപ്പെട്ട ആളുകൾ പുറത്തുണ്ട്. നമ്മളെല്ലാ കൊല്ലവും നല്ലോണം സഹായിക്കാറുണ്ട്. ഈ വർഷവും ഇൻഷാ അല്ലാഹ് നല്ല സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി, മഹല്ല് കമ്മിറ്റിക്ക് നൽകുന്ന നിർദ്ദേശപ്രകാരം ഇവിടെ സാധു സംരക്ഷണ ഫണ്ടിലേക്കുള്ള സഹായം ഇൻഷാ അല്ലാഹ് മഹല്ല് കമ്മിറ്റി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിലെ എത്രയോ പാവങ്ങൾക്ക് വലിയ തുണയാണ്, വലിയ തണിയാണ് മാസം മാസം ജമാഅത്ത് കമ്മിറ്റി നൽകുന്ന പെൻഷൻ പദ്ധതി. അതുപോലെ തന്നെ പലപ്പോഴും പാവപ്പെട്ട പെൺകുട്ടികളെ മംഗലത്തിന് വേണ്ടി 25,000 30,000 നമ്മളിങ്ങനെ ഇവിടെ വായിക്കാറുണ്ട്. അനുവദിച്ചു ഇങ്ങനെ കേൾക്കാറുണ്ട്. അതൊക്കെ ഇങ്ങനെ അനുവദിക്കൽ മാത്രമല്ല, കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര നല്ലൊരു സുന്ദരമായ പദ്ധതിക്ക് ഒരു കൈത്താങ്ങായി നിങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക. വെള്ളിയാഴ്ചയും ചെയ്യുന്ന സ്വതന്ത്രക്ക് വലിയ കൂലിയുണ്ട്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജമാഅത്ത് വന്നിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ പാത്രത്തിലേക്ക് ബിസ്മിൽ ചൊല്ലി നല്ലൊരു സംഖ്യ എല്ലാ ആഴ്ചയും നമ്മൾ കൊടുക്കണം. അതൊരു പാവപ്പെട്ടവരിലേക്കുള്ള ഹദിയ എന്ന നിലക്ക് നല്ല നിയത്തോടു കൂടെ അത് പുറത്ത് വരുമ്പോൾ കണക്കാക്കി കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിന് കണക്കാക്കി നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ജുമാസ്കരിച്ച ഉടനെ ഒരു സദഖ, അത് നമ്മളെ പൂർവികരെ കാണിച്ചെന്ന വഴിയാണ്. ആ സലാം കിട്ടിയ ഉടനെ തന്നെ ഒരു സദഖ. എത്ര വലിയ കൂലിയുണ്ട്, എത്ര നല്ല കാര്യം, എത്ര സന്തോഷമുള്ള കാര്യം. ഇത് നമ്മളെ സദഖ നമ്മളൊക്കെ ചെയ്യണം, നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും വേണം. നമ്മളെ കുട്ടികളുടെ കയ്യിലൊക്കെ കാശുണ്ട്. ആരെ കയ്യിലാ കാശില്ലാത്തത്? നമ്മളെക്കാളും കാശുണ്ടോ നമ്മുടെ മക്കളുടെ കയ്യില്? ചെറുപ്പക്കാരെ മക്കളൊക്കെ അവസ്ഥയെ പറയുന്നേ. അവരോടൊക്കെ പറയാ, കൊടുക്കാൻ പഠിപ്പിക്കണം, സ്വതം ചെയ്യാൻ പഠിപ്പിക്കണം. ഇവിടെ ഇപ്പൊ സോളാറ്, അതുപോലെ ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന ബാത്റൂമിന്റെ നിർമ്മാണം, ഇതിനൊക്കെ ഇപ്പൊ ജമാഅത്ത് കമ്മിറ്റി പിരിവെടുത്ത് ആരെ കയ്യിന്ന്? ബാപ്പാരെ കയ്യിന്ന്. ബാപ്പാര് കൊടുത്ത് 10,000, ബാപ്പാര് കൊടുത്ത് 25,000. ബാപ്പാന്റെ കാശല്ലേ, അതിന്റെ മക്കളെ കാശൊന്നും ഇല്ല. പലപ്പോഴും ബാപ്പാരെന്നെ കൊടുക്കുന്നത്. എന്നാ പിന്നെ ഈ മക്കളെ കയ്യിലും കാശില്ലേ? ഉണ്ട്. മക്കൾക്ക് നമ്മളതൊക്കെ പഠിപ്പിക്കണം. മക്കളോട് പറയാം, മോനെ പള്ളിയിൽ സോളാർ പദ്ധതി ഉണ്ട്, അതൊരു ജാരിയായ സ്വതക്കയാണ്, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന സ്വതക്ക. അടുത്ത കമ്മിറ്റി വരുമ്പോൾ സോളാറിന്റെ അടിച്ച് പൊളിച്ച് തകർക്കാൻ കഴിയില്ല. അങ്ങനെ ശ്രമിച്ചാൽ നാട്ടുകാർ വിടൂല. വരുന്ന കമ്മിറ്റി, പുതിയ കമ്മിറ്റി വരുമ്പോൾ പഴയതൊക്കെ പൊളിക്കാം. അതൊന്നുമില്ല. സോളാറിന്റെ കയ്യൊക്കെ വന്ന് നാട്ടുകാർ വിടുക ഇല്ല. അതെല്ലാ കാലത്തേക്കും നിലനിൽക്കും. ഞാൻ ഇതിനിടക്ക് സൂചിപ്പിച്ചിരുന്നു, ഈ വരുന്ന തലമുറയുടെ ഒക്കെ പ്രയാസം എന്താണെന്നറിയാം. ഇപ്പോഴത്തെ ജമാഅത്ത് കമ്മിറ്റി, ഇപ്പോഴത്തെ നമ്മളെ ഈ പ്രായക്കാരായ കമ്മിറ്റി, ഈ തലമുറ കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അബദ്ധം ഞാൻ മുമ്പൊരിക്കലും സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ കാശൊക്കെ പിരിവെടുത്ത് ഓരോ സംഗതി നടത്തും. സോളാറായിട്ടും അല്ലാതെ എല്ലാ സംഗതിയും. ഈ വരുന്ന തലമുറ ഉണ്ട്, നമ്മളൊക്കെ ഈ വരുന്ന മക്കള്, ഇവര് വലുതായാലേ ബാത്റൂമിന് കാശ് പിരിപ്പിക്കാൻ വേണ്ടി അവർക്ക് കാശ് ചോദിക്കാൻ വേണ്ടി